welcome to Fluent Happy Learning. നിങ്ങൾ എല്ലാവരെയും ആറാമത്തെ ദിവസത്തേക്ക് വെൽക്കം ചെയ്യുന്നു. എൻ്റെ കൂടെ ജെസ്വിനും ജെസ്ലിനുമാണുള്ളത്. Are you both ready? Yes. Okay. നമ്മൾ ഓക്സിലറി വെർബ്സ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. അതിന്റെ പ്രസന്റ് ടെൻസ് കഴിഞ്ഞ് പാസ്റ്റ് ടെൻസിലെ നമ്മൾ ഓൾറെഡി was and were കണ്ടിരുന്നു. ഓർമ്മയില്ലേ രണ്ടുപേരും? Yes. Yes. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് did ആണ്. Okay. ഈ രണ്ട് കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഒരേ പാറ്റേൺ തന്നെയായിരിക്കും. So we try to do bit faster. Both of you ready for that? Yes. Yes. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നത് പാസ്റ്റ് ടെൻസിലെ was and were ആയിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ആയിരുന്നു എന്നാണ് അർത്ഥം. then was എന്ന് പറയുന്നത് സിംഗുലറും were എന്ന് പറയുന്നത് പ്ലൂറലുമാണ്. Okay, let's see then. ഇന്നത്തെ കാര്യം ഓൾറെഡി പറഞ്ഞു. എന്താണ് did എന്ന് പറഞ്ഞു. അത് സിംഗുലറും പ്ലൂറലും സെയിം ആണോ? Yes. അത് രണ്ടും സെയിം ആണ്. അതിന്റെ അർത്ഥം എന്താണ്? ചെയ്തു എന്നാണ് അർത്ഥം. അത് പാസ്റ്റ് ടെൻസിലാണ് അല്ലേ? നമ്മൾ പാസ്റ്റ് ടെൻസിലെ രണ്ടാമത്തെ ഓക്സിലറി വെർബ് ആണ് കാണുന്നത്. ഡിഡ് സിംഗുലറും പ്ലൂറലും ഒന്നാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മുമ്പ് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഗോ, റൺ ആൻഡ് സ്റ്റഡി എന്നൊക്കെ കണ്ടിരുന്നു അല്ലേ? അത് ഏതാണ്? ഫസ്റ്റ് ഫോം വെർബ് ആണ്. അപ്പൊ ഇതല്ലാതെ വേറെ ഒന്നും കണ്ടില്ലായിരുന്നു. ഏതൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത്? runs, goes, studies. അതായത് ഇപ്പോഴുള്ളത് പ്ലൂറലും രണ്ടാമത്തത് സിംഗുലറുമാണെന്ന് പറഞ്ഞു അല്ലേ? അത് രണ്ടും ഏതിലാണ്? പ്രസന്റ് ടെൻസിലാണ് നമുക്കുള്ളത്. അങ്ങനെയെങ്കിൽ പാസ്റ്റ് ടെൻസിൽ വരുന്ന ഡിഡിന്റെ ഫോം വരുന്നത് ഓക്കേ went, ran, jumped എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഇതിന് ഇതേപോലെ രണ്ട് ഫോം ഉണ്ടാവുമോ? രണ്ട് ഫോം ഉണ്ടോ? അതായത് റൺസ് എന്ന് പറഞ്ഞാൽ വെന്റ് വെൻസ് എന്ന് ഉണ്ടാവുമോ? നോ ഉണ്ടാവില്ല. എനിക്ക് മാത്രം കാരണം നമ്മൾ എന്താ പറഞ്ഞേ? ഡിഡ് എന്ന് പറയുന്നത് സിംഗുലറും പ്ലൂറലും സെയിം ആണ് അല്ലേ? മറ്റൊരു എന്തുകൊണ്ടാണ് വ്യത്യസ്തമായിട്ട് ഉണ്ടായിരുന്നേ? നമ്മള് ഒന്നിലെന്തായിരുന്നു ഉണ്ടായിരുന്നേ? ഡൂവും വേറൊന്നില് ഡസ്സുമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഗോയും ഗോസും വന്നത്, അല്ലെങ്കിൽ റണ്ണും റൺസും വന്നത്. ഇവിടെ നമുക്ക് ഒറ്റ ഫോം ഉള്ളൂ. അതുകൊണ്ട് വെന്റ്, റാൻ, ജംപ്ഡ് എന്ന ഒറ്റ ഫോം ഏതുണ്ടാവുള്ളൂ? ഡിഡിലുണ്ടാവുള്ളൂ. അതിനെയാണ് നമ്മൾ V2 എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഗോ അതായത് നമ്മൾ പറഞ്ഞില്ലായിരുന്നു അതിന്റെ കൂടെ എന്തുണ്ടാവും നമ്മൾ പറഞ്ഞിരുന്നേ? ഗോയുടെ കൂടെ എന്തുണ്ട്? ഡു ഉണ്ട് നമ്മൾ പറഞ്ഞു. റൺ പ്ലസ് ഡു ആണ് റൺ വന്നത്. അങ്ങനെ റൺസിന്റെ കൂടെ ഏതാണ് വന്നിരുന്നേ? ഡസ് വന്നിരുന്നു. റൺ പ്ലസ് ഡസ് ആണ് റൺസ് എന്ന് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ജസ്റ്റിന് എന്തായിരിക്കും വെന്റിന്റെ കൂടെ ഉണ്ടാവുക? ഡിഡ് ഉണ്ടാവും. ഡിഡിന്റെ കൂടെ എന്തായിരിക്കും? എന്തായിരിക്കും ജസ്റ്റിനെ? ഡിഡിന്റെ കൂടെ എന്തായിരിക്കും? ഗോ ആയിരിക്കും. വെരി ഗുഡ്. ഗോ പ്ലസ് ഡിഡ് എന്ന് പറയുന്നത് എന്താണ്? വെന്റ്. അപ്പോൾ റൺ പ്ലസ് ഡിഡോ റാൻ. ജംപ് പ്ലസ് ഡിഡ് വെരി ഗുഡ് ജെസിനും ഒരേ സ്റ്റാർ വെച്ച് നൽകുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഇതുപോലെ ഉച്ചത്തിൽ ജെസിനും പറയുന്ന പോലെ തന്നെ ഇത് കേൾക്കുമ്പോൾ ഉച്ചത്തിൽ പറയണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് സംസാരിക്കുന്നത്. നമ്മൾ ഈ ക്ലാസ് എന്തിനാ ഫോക്കസ് ചെയ്യുന്നത്? നമ്മൾ ക്ലാസ് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതിന്റെ ബേസ് കറക്റ്റ് ആക്കുക എന്ന ഒറ്റൊരു ലക്ഷ്യമാണ് നമ്മൾ ഈ ഗ്രാമർ സെക്ഷൻ എടുക്കുന്നത്. സോ whenever you watch this video you have to speak with Jeshwin and Jesslyn. Okay, then അടുത്ത നമ്മൾ പോകുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു V1 as V2, V1 as V2, V3 and V4 എന്ന കാര്യം കഴിഞ്ഞ ദിവസവും ഞാൻ ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നു. ഇത് ഞാൻ അങ്ങനെ ഗ്രാജുവലി എല്ലാ ദിവസവും ചെറുതായിട്ട് പറഞ്ഞ എന്തിനാണെന്നറിയോ ജസ്റ്റിനെ? നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ചെറിയൊരു ഐഡിയ മനസ്സിലേക്ക് വരുന്നതിന് വേണ്ടിയാണ്. ഇതിന്റെ പൂർണ്ണമായ രൂപം നമ്മൾ വെർബിന്റെ ഫോം എടുക്കുമ്പോഴായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ സ്കൂളില് മെയിൻ ആയിട്ട് ജെസ്ലിൻ പഠിച്ചിട്ടുണ്ടോ? അതായത് V1, V2, V3 എന്ന് ജെസ്ലിൻ പഠിച്ചില്ലെങ്കിലും ജെസ്ലിൻ പഠിച്ചിട്ടില്ല. എങ്ങനെ? യെസ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ കൂടെ V1 S V4 എന്ന ഫോം നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ തെറ്റ് സംഭവിക്കുന്നത്. നമ്മൾ V1 S എന്ന് പറയുന്നത് ഡസിന്റെ സിംഗുലർ ആണെന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു അല്ലേ? ഇവിടെ നോക്കി ഡു ആണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. ഡു എന്ന് പറയുന്നത് V1 ആണെന്നും ഡസ് എന്ന് പറയുന്നത് V1 S ആണെന്നും പറഞ്ഞിരുന്നു. അപ്പം ഇന്ന് നമ്മൾ പറയുന്നത് ഏതാണ്? ഡിഡ് ആണ്. ഡിഡ് എന്ന് പറയുമ്പോൾ ഏതാണ് രൂപം? V2 ആണ്. ഓക്കെ ജസ്ലിൻ, അത് നമ്മൾ V2 എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അത് രണ്ടും പ്ലൂറൽ ആണ്. അതിന്റെ സിംഗുലർ ഏതായിരുന്നു?
ഈസ് ആയിരുന്നു അല്ലേ? അപ്പൊ ഈസ് വാസ് വെയർ അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡീൽ ചെയ്തു. വാസ് ആൻഡ് വെയർ എന്ന് പറയുന്നത് ഒന്ന് സിംഗുലറും ഒന്ന് പ്ലൂറലുമാണ്, അത് പാസ്റ്റിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഇതിന്റെ വ്യക്തമായ രൂപം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. ഇന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ചെറുതായിട്ട് ഈ 3 കാര്യങ്ങൾ മനസ്സിലേക്ക് വരിക. V1, V1s ആൻഡ് V2. V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറലാണ്, V1s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ ആണ്, ആൻഡ് V2 എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. ഇത്തരം കാര്യങ്ങൾ മാത്രം ഈ ഫോമിൽ നിന്നും ഇന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അതിന്റെ നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി എല്ലാ സ്ലൈഡിലും കാണുന്നുണ്ട്. ഇത് നമ്മൾ പാസ്റ്റൻസിനെ പറ്റിയാണ് പറയുന്നത്. ഡിഡ് സിംഗുലറും പ്ലൂറലും ഡിഡ് ആണ്, ചെയ്തു എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത് അല്ലേ? അങ്ങനെയല്ലേ? യെസ്. നമ്മൾ സബ്ജക്റ്റ് ആദ്യം തൊട്ടേ കാണുന്നതല്ലേ? ഇപ്പൊ ഡിഡിന്റെ ഇടയിൽ കാണുന്ന ഒരു സബ്ജക്ട് നോക്കിയേ, സിംഗുലറിന്റെ അടിയിൽ ഡിഡിന്റെ ഇടയിൽ കാണുന്ന ഒരു നോക്കിക്കേ, ഏതൊക്കെയാണുള്ളത്? ജസ്റ്റിൻ ഏതൊക്കെയാണുള്ളത്? Yes, very good. He, she, it, Jack, and Justin. What is there in the plural side? I, you, they, we, Jack, and Jill. Very good. ഇതില് ഒരു കാര്യം നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ടത് നോക്കിക്കേ. ഇപ്പം I എവിടെയാണ് വന്നത്? I എവിടെയാണ് വന്നത്? പ്ലൂറലിന്റെ കൂടെയാണ് വന്നത്. നമ്മുടെ was where കൂടെ പഠിച്ചപ്പോൾ നമ്മൾ I എവിടെയായിരുന്നു വന്നിരുന്നത്? സിംഗുലറിന്റെ കൂടെയായിരുന്നു വന്നിരുന്നത്. ഈ ഡിഫറൻസ് നിങ്ങൾ ഒരിക്കൽ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഉണ്ടാവുന്ന നമ്മൾ ഐയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഐ എന്ന് പറയുന്നത് വി കൺസിഡർ പ്ലൂറൽ എന്നാണ് പറഞ്ഞത്. പക്ഷേ വേറെ 2 അവസ്ഥകൾ നമ്മൾ കണ്ടിരുന്നു. ഒന്ന് ഐ ആമിന്റെ കൂടെ മാത്രമേ വരുള്ളൂ. രണ്ടാമത് ഐ ആരുടെ കൂടെയായിരുന്നു? വോസിന്റെ കൂടെയാണ് വന്നിരുന്നത്. അത് സിംഗുലർ ആണ്. ഇവിടെ വന്നിരിക്കുന്നത് പ്ലൂറലിന്റെ കൂടെയാണ്. ഞാൻ 2 പിക്ചേഴ്സ് കാണിക്കാം. പിക്ചേഴ്സ് കാണിക്കുമ്പോൾ അത് പറയണം കേട്ടോ എന്താണെന്ന്. നോക്കിക്കേ, ഇത് നമ്മൾ ആദ്യം കണ്ട ഒരു ബുക്കാണ്. റീഡ് എന്നാണ് പറഞ്ഞതിനെ. ഇത് പാസ്റ്റൻസ് ആകുമ്പോൾ എന്താകും? റെഡ് എന്നാകും. അങ്ങനെയെങ്കിൽ ഹി കൂട്ടിട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ലക്ഷ്മി? He read. എന്നാൽ ഐ ആണെങ്കിലോ? I read. വ്യത്യാസമുണ്ടോ? No. ജാക്ക് ആണെങ്കിൽ സംഭവിക്കും Jack read. And we ആണെങ്കിലോ? We read. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി. ആദ്യത്തേക്കാളും സിമ്പിൾ ആണ്. പ്രസന്റ് ടെൻസിൽ നമ്മൾ പറഞ്ഞപ്പോൾ സിംഗുലർ ആണെങ്കിൽ ഇഎസും ഐഎസും എസ് ഒക്കെ വന്നിരുന്നു. പ്ലൂറൽ ആണെങ്കിൽ സെയിം വെർബിന്റെ സെയിം രൂപം തന്നെയായിരുന്നു. പക്ഷേ പാസ്റ്റ് ടെൻസില് ഡിഡിന്റെ രൂപത്തിൽ വരുമ്പോൾ നമുക്ക് എന്തില്ല? സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും എന്തിന് മാറ്റമില്ല? വെർബ് ഫോമിന് മാറ്റമുണ്ടോ? ഇല്ല. അതപ്പം ഈസി ആയിരിക്കും. Let's see the second picture. One more picture is there. അതിലെ she ആണെങ്കിലും ഒരു ജസ്റ്റിനെ She played and they ആണെങ്കിലോ? They played. രണ്ടും സെയിം ആണ്. There is no difference. So let's move to the next one. Again, remember that we are talking about the past and the meaning. Jasmine, what is the meaning? നമ്മുടെ ഡിഡിന്റെ ഉപയോഗിക്കുന്ന ഡിഡിന്റെ മീനിങ് എന്താണ്? ചെയ്തു. ഡിഡിന്റെ മീനിങ് ചെയ്തു എന്നാണ്. എക്സാമ്പിൾ നോക്കണേ. ഫസ്റ്റ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 2-3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടല്ലോ. ഒന്ന് വായിച്ചേ ജസ്റ്റിനെ. പ്ലീസ് റീഡ് ഇറ്റ്. I go to school എന്ന് നമ്മൾ പ്രസന്റ് ടെൻസിൽ പഠിച്ചിരുന്നു അല്ലേ? You go to school, they go to school. അടുത്തെന്താണ്? We go to school എന്ന പ്രസന്റ് ടെൻസിൽ പഠിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ അത് പാസ്റ്റിൽ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ജസ്റ്റിൻ വായിച്ചേ. I went to school yesterday. നമ്മളൊരു ടൈം വെച്ചിട്ടെന്ന് മാത്രമേ ഉള്ളൂ. I went to school എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. പക്ഷെ ഒരു പർട്ടിക്കുലർ സമയം നമ്മൾ വെച്ചിരിക്കുന്നു, ഇന്നലെ എന്നുള്ളത്. അതിൽ ജസ്റ്റിനെ എന്ത് മാറ്റം സംഭവിച്ചിരിക്കുന്നത്? ഈ പ്രസന്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് വന്നപ്പോൾ ആ സെന്റൻസിൽ എന്ത് മാറ്റം സംഭവിച്ചിരിക്കുന്നത്? Go എന്ന് പറയുന്ന വെർബിന്റെ V1 ഫോം ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായി? V2 ആയി. വേറെ ഒരു മാറ്റവും ഇല്ല അല്ലേ? പിന്നെ നമ്മൾ ഒരു പ്രത്യേക സമയം പറഞ്ഞിരിക്കുന്നു. അതില്ലാതെയും നമുക്ക് പറയാം. ഒരു പ്രത്യേക സമയം പറഞ്ഞിരിക്കുന്നു മാത്രമേ ഉള്ളൂ പാസ്റ്റൻസിലേക്ക് വന്നപ്പോൾ. അടുത്ത സെന്റൻസ് നോക്കിക്കേ. You went to school yesterday. You went to school yesterday, right? അതിലും നമുക്ക് എന്ത് മാറ്റാ ജസ്റ്റിനെ വന്നിരിക്കുന്നേ? ഒന്നിലും ആദ്യത്തേതിലും രണ്ടാമത്തേതിലും നമ്മുടെ വ്യത്യാസം എന്താണ്? രണ്ടാമത്തേതിൽ വെന്റ് വന്നു. അത് പാസ്റ്റൻസ് ആണ്. ഫസ്റ്റില് ഗോയ ആണ്. വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അവിടെ?
വേശ്യയുടെ വന്നു. അതൊന്നും പ്രത്യേക സമയമേ പറഞ്ഞുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റൊരു കാര്യമുള്ളൂ. എന്താണ്? പ്രസന്റ് ടെൻസിലാകുമ്പോൾ V1 ഫോം ആണ്. പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ എന്താണ്? V2 ഫോം ആണ്. അത്ര വ്യത്യാസമുള്ളൂ എന്ന് നിങ്ങൾ ഇപ്പൊ തന്നെ മനസ്സിലാക്കിക്കോളൂ. നമ്മൾ സ്പീഡിൽ ക്ലാസ് എടുത്ത് പോകുന്നതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, ഇതേ സ്ട്രക്ചറാണ് ഇതിന് മുമ്പിലുള്ള ക്ലാസ്സുകളിൽ നമുക്ക് വന്നിരുന്നത്. ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് V2 എന്ന ഫോം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഗോയ്ക്ക് പകരം went വന്നു. Let's move to the next one. Next one, he goes to school എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് why this goes? ജസ്റ്റ് പറഞ്ഞേ, എന്താണ് goes വന്നേ? സിംഗുലർ ആയതുകൊണ്ട്. ഏതാണ് സിംഗുലർ ആയത്? He എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് അവിടെ goes വന്നു. ഏത് ടെൻസിലാണ്? ഇത് പ്രസന്റ് ടെൻസ് ആണ് ഓർക്കണം കേട്ടോ. ഇത് പാസ്റ്റ് ടെൻസിലല്ല, പ്രസന്റ് ടെൻസ് ആണ് ഓർക്കണം. അതിന്റെ പാസ്റ്റ് വന്നപ്പോൾ എന്താ സംഭവിച്ചേ? നോക്കിയേ, പാസ്റ്റ് വന്നപ്പോൾ എന്താ സംഭവിച്ചേ? He went to school yesterday. My God, any difference? No difference. ആദ്യം കണ്ടതുപോലെ തന്നെ അല്ലേ? I went to school എന്ന് പറഞ്ഞ പോലെ he വന്നപ്പോഴും he went to school. He goes എന്തായി മാറി? goes went ആയി. അതായത് V2 ആയി. ഇവിടെ ഉണ്ടായിരുന്നത് V1S ആയിരുന്നു അല്ലേ? V1S ആണ് goes. അതായത് പ്രസന്റ് ടെൻസിലെ സിംഗുലർ വേർബ് ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ അത് V2 ആയി. യാതൊരു മാറ്റവുമില്ല. Just read about Jack. Jack goes to school. Jack goes to school. That is in the present tense. And Jaslyn, even is in the past tense. How to change? Jack went to school yesterday. Jack went to school yesterday. They are also saying yesterday എന്ന് പറയുന്ന ടൈം നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. The concept is same. അതിൽ വന്നിരിക്കുന്ന മാറ്റം ഒന്നേ ഒന്ന്. V1S എന്ന് പറയുന്നത് V2 ആയി. രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, V1 എന്ന് പറയുന്നത് V2 ആയിരുന്നു. അതുപോലെ തന്നെ V1S എന്ന് പറയുന്നത് എന്തായി മാറി? V2 ആയി മാറി. വളരെ സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാകുന്നുണ്ടോ? എൻജോയ് ചെയ്ത ക്ലാസ്? ഇത്ര സ്പീഡിൽ പോണോ അല്ലെങ്കിൽ വളരെ പതുക്കെ പോണോ? ജസ്ലിൻ എന്താ പറയുന്നേ? സ്പീഡിൽ പോകണം അല്ലെ? മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ജസ്റ്റിനും കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. യൂട്യൂബിൽ വാച്ച് ചെയ്യുന്ന ആർക്കെങ്കിലും സ്പീഡിലാണ് ക്ലാസ് എടുക്കുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ഷുഡ് കമന്റ് ചെയ്യുക. സ്പീഡ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ 10 സെന്റൻസ് വീതം ഇത് എഴുതേണ്ടിയിരിക്കുന്നു കേട്ടോ. കമന്റ് ബോക്സിൽ നിർബന്ധമായിട്ട് എഴുതുക. അതിനുശേഷം നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് വളരെ ഉച്ചത്തിൽ സംസാരിക്കുക, പറയുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് എഴുതാനും തെറ്റില്ലാതെ എഴുതാനും അതുപോലെ സംസാരിക്കാനുമുള്ള കഴിവുണ്ടാകും. അപ്പോൾ നിങ്ങൾ മറക്കേണ്ട, നമുക്ക് ലൈവ് ക്ലാസ്സുകളുണ്ട്. ഇത് മാത്രമല്ല, ലൈവ് ഡിസ്കഷൻ ഉണ്ട്, ഡിബേറ്റ് ഉണ്ട്, കോൺവെർസേഷൻ പ്രാക്ടീസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ലൈവായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന്റെ കൂടെ ഇരുന്നായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുമെന്നതിലുള്ള യാതൊരു സംശയമില്ല. So we move to the next one, Jashvi. Okay. There is a negative form. നെഗറ്റീവ് ഫോം ചെയ്യുന്നതിനാണ്. ഈ നെഗറ്റീവ് ഫോം ആക്കുന്നതിനും ആദ്യം കണ്ടേ അതേ പ്രോസസ് ആണ്. പക്ഷെ അന്ന് നമ്മൾ കണ്ടത് ഡൂം ഡസും വെളിയിലെടുക്കുക അല്ലെങ്കിൽ ആ മെയിൻ വേർബിൽ നിന്ന് എടുക്കുക എന്നായിരുന്നു. ഇവിടെ നമ്മൾ എന്താണ് എടുക്കേണ്ടത്? എടുക്കേണ്ടത് നോട്ട് ഒന്ന് ആഡ് ചെയ്യണം. ഒന്ന് എടുക്കേണ്ടത് നമ്മള് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസന്റ് ടെൻസ് നമ്മൾ ഡൂം ഡസും എടുക്കുമ്പോൾ ഇവിടെ എന്തെടുക്കണം? ഇവിടെ ഡിഡിന്റെ കിടക്കുന്നേ അല്ലേ? നമ്മുടെ ഡിഡിനെ പറ്റി സംസാരിക്കുന്നേ കണക്ട് ആവുന്നില്ലേ? നമ്മുടെ ഡിഡിനെ പറ്റി സംസാരിക്കുന്നേ. അപ്പൊ മെയിൻ വെർബിന്റെ ഭാഗത്തു നിന്നും നമ്മൾ ഏതെടുക്കണ്ടേ? ഡിഡ് എടുക്കണം അല്ലേ? ഡിഡിന്റെ എടുക്കേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ? ഗോ എന്നല്ലോ. ഗോ പ്ലസ് ഡിഡ് ഈസ് ഈക്വൽ ടു go plus did is equal to went എന്ന് പറഞ്ഞില്ലേ? അപ്പം ആ went എന്ന വാക്കിന്റെ ഉള്ളിൽ എന്താണ് ഉള്ളത്? ആ did ആണ് ഉള്ളത് അല്ലേ? ആ did വെളിയിൽ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? go കിട്ടില്ലേ? വെന്റിൽ നിന്നും did എടുത്തു കഴിഞ്ഞു വെളിയിൽ എടുക്കുക എന്നൊക്കെ പറയുന്നത് അത് നിങ്ങൾ തിരിച്ചെഴുതുക എന്നൊക്കെ നിങ്ങൾ മലയാളത്തിൽ പറയില്ലേ? അതായത് തിരിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് go കിട്ടില്ലേ? അപ്പൊ അതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈ ഡിഡിന്റെ കൂടെ എന്ത് ചേർക്കണം എന്നൊക്കെ പറയുന്നത്? നോട്ട് ചേർക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞത് നമ്മൾ ഡൂവിന്റെയും ഡസിന്റെ കൂടെ നോട്ട് ചേർക്കണം പറഞ്ഞു അല്ലേ? ഭാഷ ആകുമ്പോൾ എന്ത് വന്നു?
ഡിഡിന്റെ കൂടെ ചെയ്യുക വേറെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? No. No difference. Let's see. ഇവിടെ ഷോർട്ട് ഫോം നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? എന്താണ് ഷോർട്ട് ഫോം? Did. did not എന്ന് ജസ്റ്റ് വായിക്കാം. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് റബ്ബ് ചെയ്യാം. Then ഇതിലെ did not എന്ന് പറയുമ്പോൾ അതിന്റെ ഷോർട്ട് ഫോം എന്താണ്? Didn't എന്നാണ്. So example, just read the example. What is the example given? I went to school yesterday. I went to school yesterday എന്ന് നമ്മൾ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ സ്ലൈഡ് കണ്ടിരുന്നു. എന്താണ് I went to school? അത് നെഗറ്റീവ് ആകുമ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് നെഗറ്റീവ് ആകുമ്പോൾ? I didn't go to school yesterday. I didn't go to school yesterday. എങ്ങനെയാണ് ഇവിടെ didn't വന്നത്? Did not എന്നതിന്റെ അതേ മീനിങ് ആണ് didn't. എന്തുകൊണ്ടാണ് ഇവിടെ did വന്നത്? വെഞ്ചിനെ നമ്മൾ പിരിച്ചെഴുതിയപ്പോൾ ഡിഡ് വെളിയിൽ വന്നു അല്ലെ? ഡിഡിനെ നമ്മൾ എടുത്തു, അതിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്തു? നോട്ട് ആഡ് ചെയ്തു. അപ്പൊ ഡിഡ് നോട്ട് എന്നാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഡിഡ് നോട്ടിനെ എങ്ങനെ പറയും? Didn't, right? Didn't. Didn't go to school yesterday. സിമ്പിൾ അല്ലേ? Yes. ആണോ ജെസ്ലിനെ? Yes. മനസ്സിലാവുന്നുണ്ടോ ജെസ്ലിനെ? Yes. സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ജെസ്ലിനെ രണ്ടാമത്തെ വായിച്ച ജെസ്ലിനെ You went to school yesterday. You went to school yesterday. So I'm just asking you to change to the negative sentence. And how will you be changing, Jesslyn? You didn't go to school yesterday. Very good. You didn't go to school yesterday. ഇവിടെ didn't ആണ് വന്നേ. ജെസ്ലിനെ ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഇവിടെ നമ്മൾ went എന്ന് വന്നു അല്ലേ? ഇപ്പോൾ നോക്കിക്കേ, നമ്മൾ വായിച്ച് തലപ്പെട്ടിട്ടുണ്ട്. അവിടെ വന്നിരിക്കുന്ന എല്ലാം ഗോയാണ്. എന്തുകൊണ്ട് അവിടെ ഗോ വന്നത്? ഡിഡിനെ ഗോയിൽ പിടിച്ചപ്പോൾ ഗോ. ഡിഡിനെ വെന്റിൽ നിന്നും നമ്മൾ എടുത്തു അല്ലേ? അപ്പം എന്തായി അവിടെ? ഗോയായി. അതായത് ഡിഡ് എന്ന് പറയുന്നത് വെഞ്ചിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ ഡിഡിനെ എടുത്തു കഴിഞ്ഞപ്പോൾ വെഞ്ച് എന്തായി മാറി? ഗോയായി മാറി. അപ്പൊ നമ്മൾ ഡിഡ് നോട്ട് ഡിഡ് എന്ന ഫോം ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടെ എന്ത് മാത്രമേ ചേർക്കാൻ പറ്റുള്ളൂ? വെർബിന്റെ V1 ഫോമേ ചേർക്കാൻ പറ്റുള്ളൂ അല്ലേ? നമ്മൾ ഡിഡ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഡിന്റെ കൂടെ എന്ത് മാത്രമേ ചേർക്കാൻ പറ്റുള്ളൂ? വെർബിന്റെ ഫസ്റ്റ് ഫോം മാത്രമേ ചേർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അവിടെ എന്ത് വന്നിരിക്കുന്നത്? ഗോ എന്ന് വന്നിരിക്കുന്നത്. നമ്മൾ എല്ലാ എക്സസൈസും വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വായിക്കുക. Last one, just read Jeshini, last sentence. Jack went to school yesterday. Jack went to school yesterday. Then what will be here? Jack didn't go to school yesterday. Jack didn't go to school yesterday. Okay, very good. I just move to the next one. What is the next one? Yes or no question. Yes or no question. In yes or no question, എന്തായിരിക്കും വരിക? Come on, Jeshwin. മുന്നോട്ടിടുന്നു. അത്രേ ഉള്ളൂ. ഡിഡിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? മുൻപിലിടുന്നു. ആദ്യം ചേർക്കുന്നു. സെന്റൻസിന്റെ ആദ്യം നമ്മൾ എന്തുപയോഗിക്കുന്നു? നമ്മളെ ഡിഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ ആ സെന്റൻസ് എന്ന് പറയുന്നത് എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും ജെസ്ലിൻ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി മാറും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി മാറും. ലെറ്റ്സ് സീ an example. Just read the first one. I didn't go to school yesterday. I didn't go to school yesterday എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പിലത്തെ നെഗറ്റീവ് പറഞ്ഞിരുന്നു. നമ്മൾ നെഗറ്റീവിനെ നോട്ട് ചേർത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ പോസിറ്റീവ് ആയി. I didn't go to school yesterday എന്നുള്ള പോസിറ്റീവ് സെന്റൻസ് ആയി. അതിന്റെ അർത്ഥം ഞാൻ പോയിരുന്നു അല്ലേ? തീർച്ചയായിട്ടും പറയുന്ന സാധനമാണ്. ഡിഡ് സ്ട്രെസ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡു ഡസ് പറയുന്ന പോലെ തന്നെ ഡിഡ് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെന്താണ്? അത് സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. I did go to school yesterday എന്ന് പറയും. അപ്പൊ പോയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നോട്ട് ചേർത്തു. പോയി തീർച്ചയായും ഉറപ്പായിട്ട് പോയിരുന്നു എന്ന് പറയുമ്പോഴോ, പോയി എന്ന് പറയുമ്പോഴോ ഡിഡ് ചേർത്തിരുന്നു. അപ്പൊ ഇവിടെ എല്ലാം ഡിഡ് ഫോം ഉണ്ട്. ആ ഡിഡ് ഫോമിനെ നമ്മൾ ഡിഡിനെ എന്ത് ചെയ്യണം? മുൻപില്. അതായത് ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യണം. ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് Did I go to school yesterday? Did I go to school yesterday? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ അതുപോലെ go വന്നു, ഇവിടെ go വന്നു. The reason only did ബെഞ്ചിൽ നിന്നും എടുത്തു എന്നുള്ളതാണ്. Clear?
Yes. So, beginning of sentence ചെയ്യുമ്പോൾ ഒരു sentence start ചെയ്യുമ്പോൾ ഏത് ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്? Capital. Capital letter. Question ആണെങ്കിൽ അത് എങ്ങനെ end ചെയ്യണം? Question mark. Question mark. If it is a statement, how do you want to end the sentence? Full stop. With full stop. Is it clear? Yes. ഇവിടെ ഇരുന്ന did എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ഉള്ളതായിരുന്നു. ആ സ്മോൾ ലെറ്റർ ഉള്ള ഡിഡിനെ ഏറ്റവും ബിഗിനിങ് ആക്കി വന്നപ്പോൾ ആ ഡി എന്ന് പറഞ്ഞപ്പോൾ എന്തായി? ഡി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയി. Right? Yes. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് തെറ്റില്ലാത്ത, പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ കോൺഫിഡൻറ്റോടുകൂടി സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. സോ വി ഡിഡ്ന്റ് ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പോൾ ഞാൻ നോട്ട് ഒഴിവാക്കി വി ഡിഡ് ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ ആക്കി ഞാൻ പോയി എന്ന് സ്ട്രെസ് കൊടുക്കുന്നതായി. അപ്പം അതിനെ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ക്വസ്റ്റ്യൻ എന്തായി? Did we go to school yesterday? Did we go to school yesterday? Is it clear? Yes. Yes. And we move to the next one. What is the next? Yes or no question കഴിയുമ്പോൾ എന്താണ് next എന്താണ്? Question is question words. Question with question words ആണ്. Question with question words ആണ്. അതെന്താണ്? നമുക്ക് നോക്കിയാലോ. did ചേർത്ത് എഴുതിയുള്ള സെന്റൻസിന്റെ തൊട്ട് മുൻപ് question word ഉപയോഗിച്ചാൽ മതി. എന്താണ് അതിന്റെ അർത്ഥം? Did-ന് മുമ്പ് question word ഡേറ്റിന് മുൻപ് നമ്മൾ എന്ത് ചേർക്കണം? നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ചേർക്കണം. Let's see the example. Did I go to school yesterday എന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ തൊട്ട് മുമ്പിൽ കണ്ടത്. Did I go? Did he go? Did they go? Did we go? അത് he ആണെങ്കിലും she ആണെങ്കിലും it ആണെങ്കിലും it is same. So I'm not going to repeat the same thing again and again. So when it is bear the question, what did we add it? Where did I go. Where did I go yesterday? Where എന്ന ക്വസ്റ്റ്യൻ വേർഡ് ചേർത്ത് കഴിഞ്ഞപ്പോൾ നീ എവിടെയാണ് ഇന്നലെ പോയത് എന്ന ചോദ്യം കിട്ടി. അപ്പൊ നമ്മൾ സെന്റൻസിലാണ് ഉത്തരം പറയാം അല്ലേ? Did we ആണെങ്കിലോ did we go to school yesterday? Where did we go yesterday? Where did we go yesterday? The only one thing we want to get into there, the beginning of a sentence, you want to add the question word. Question word അതിന് മുമ്പ് ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതെന്താണ്. അത് WHO question അല്ല, WHO question ആണ്. SO question അല്ല, എന്താണ്? WHO question ആണ് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. Then അതിന്റെ നെഗറ്റീവ് സിംഗുലർ ആണെങ്കിലോ did he go to school yesterday? Did he go to school yesterday എന്ന് സിംഗുലർ വന്നു. അപ്പോൾ അങ്ങനെ ചെയ്തില്ലല്ലോ. Where did he go yesterday? Where did he go yesterday? അതേപോലെ തന്നെ വേർഡ് ചേർത്ത് അത്ര മാത്രമേ ഉള്ളൂ. അത് സിംഗുലർ ആണെങ്കിലും did Jack go to school yesterday? Did Jack go to school yesterday? Where did Jack go yesterday? Where did Jack go yesterday? കണ്ടോ, അത് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും സെയിം കൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും എല്ലാ സെന്റൻസും റിപ്പീറ്റ് ചെയ്യുന്നില്ല. I think that you got it right. ഇതിന്റെ നെക്സ്റ്റ് വ്യത്യസ്തമായ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കേ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ഒരു എക്സാമ്പിൾ ആണ്. The chef prepared excellent dishes in the kitchen. അപ്പോൾ എന്താ സംഭവിച്ചവിടെ? prepared എന്നാണ് അല്ലേ? Yes. The chef prepared excellent dishes in the kitchen. അപ്പോൾ അത് നെഗറ്റീവ് ആവുമ്പോൾ എന്തായി? The chef didn't prepare excellent dishes in the kitchen. didn't prepare. നമുക്ക് ഈഡി ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഈഡി ഉണ്ടോ? ഇല്ല. ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? prepared നിന്ന് did എടുത്ത് മാറ്റി. prepared നിന്ന് did എടുത്തു. ഇവിടെ did ആയിരുന്നു. അപ്പോൾ എന്തില്ലായിരുന്നു? did ഇവിടെ ഇല്ലായിരുന്നു അല്ലേ? നമുക്ക് വേറൊരു കട എടുത്താലോ? അല്ലല്ലോ. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് മനസ്സിലായത്? ഇവിടെ രണ്ടാമത് എന്ത് വന്നു? did വന്നു. did വന്നു കഴിഞ്ഞാൽ ഇവിടെ V2 വരാൻ പറ്റുമോ? No. അവിടെ V1 വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ prepare വന്നു. Next one, let's see next example. അതെന്താണ്? SO question വന്നു. SO question വന്നപ്പോൾ did എവിടെ വന്നു? മുമ്പിൽ വന്നു. beginning of a sentence started with did. സെന്റൻസിനെ സ്റ്റാർട്ട് ചെയ്തത് did വഴിയാണ്. did D capital letter ആണ്. ഇവിടെ വീണ്ടും നമ്മൾ നോക്കണം. prepare എന്ന് പറയുന്നത് ED ഉണ്ടോ? ഇല്ല. ജെക്സിന് ED ഉണ്ടോ?
ഇല്ല. Why? Because did എടുത്തു ഇവിടെ V1 ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. Did എന്ന ഫോം ഇവിടെ വന്നിട്ടുണ്ട് എങ്കിൽ വെർബിന്റെ ഫോം V1 ആയിരിക്കും, V2 അല്ലായിരിക്കും. Next one, let's see if it is a question word. How about? What did the chef prepare in the kitchen? Okay, very good. Then what did he? Question word എവിടെ ചേർത്തു? Question word എവിടെ ചേർത്തു? മുമ്പിൽ ചേർക്കും. എന്തിന്റെ മുമ്പില്? ഓക്സിലറി വെർബ് ആയ ഡിഡിന്റെ മുൻപിൽ ചേർത്തപ്പോൾ അത് WHO ക്വസ്റ്റ്യൻ ആയി. ആക്ച്വലി ഇതൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നത് എങ്ങനെയായിരുന്നു? അതായത് ഒരു WHO ക്വസ്റ്റ്യൻ ഉണ്ടാകണമെങ്കിൽ ആദ്യം നിങ്ങൾ WHO ക്വസ്റ്റ്യൻ എഴുതണം, അതിനുശേഷം ഓക്സിലറി വെർബ് എഴുതണം, then നിങ്ങൾ അതിന്റെ സബ്ജക്റ്റ് എഴുതണം, പിന്നെ നിങ്ങൾ മെയിൻ വെർബ് എഴുതണം, അതിനുശേഷം the remaining part ഒബ്ജക്റ്റ് എഴുതണം എന്നൊക്കെ ഒരു വലിയ റൂളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കില്ല എങ്ങനെയാണെന്ന്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പാറ്റേണിലായിരിക്കണം. ഓക്സിലറി വെർബിനെ എടുത്ത് വെളിയിലിട്ട് കഴിയുമ്പോൾ എടുത്ത് പുറത്താക്കുമ്പോൾ അത് നെഗറ്റീവ്, അതിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ നെഗറ്റീവ് ആകുന്നു. അതിനെടുത്ത് മുൻപിലേക്ക് ഇടുമ്പോൾ അത് എന്താകുന്നു? എസ്ഒർണർ ക്വസ്റ്റ്യൻ ആകുന്നു. ഈ എസ്ഒർണർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പിൽ നമ്മളൊരു WHO ക്വസ്റ്റ്യൻ ചേർത്ത് കഴിഞ്ഞാൽ അത് WHO ക്വസ്റ്റ്യൻ ആകുന്നു. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായോ? Yes. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായി. നമ്മളിപ്പം കംപ്ലീറ്റ് ചെയ്തതാണ് നമ്മുടെ പ്രസന്റ് ടെൻസിലെ ആം ഈസ് ആർ ഹാസ് ഹാവ് ഡു ജസ്റ്റ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഇനി പാസ്റ്റ് ടെൻസിലെ വാസും നമ്മൾ കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ചെയ്തു, ഇന്ന് ഡിഡ് ചെയ്തു. നാളെ അടുത്ത ദിവസം നമ്മൾ ഹാർഡ് കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഓക്സിലറി വെർബ്സ് കംപ്ലീറ്റ് ആകും. നിങ്ങളുടെ സെന്റൻസ് എല്ലാം എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. ആക്ച്വലി ഞാൻ ഇത് പല കോഴ്സുകളൊക്കെ കാണുമ്പോൾ എപ്പോഴും അവർ ചെയ്യുന്ന ഹാസിന്റെ പ്രയോഗം, ഹാവിന്റെ പ്രയോഗം, ഡൂവിന്റെ പ്രയോഗം, ഡസിന്റെ പ്രയോഗം എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ ഉറപ്പ് പറയുകയാണ്, ഈ 5 ദിവസത്തെ 6 ദിവസത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതിന്റെ ഒരു പ്രശ്നം ഉണ്ടാകില്ല. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും സംസാരത്തിലും നിങ്ങളുടെ എഴുത്തിലും വരുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഓക്സിലറി വേർബ്സിന്റെയാണ്. ഈ ഓക്സിലറി വേർബ്സ് ആണ് ആക്ച്വലി നമ്മുടെ ടെൻസിനെ തെറ്റിക്കുന്നത്, നമ്മുടെ ടൈം തന്നെ മാറിപ്പോകുന്നത്. സോ വാട്ട് ഐ റിക്വസ്റ്റ് യു ടു വാച്ച് ദിസ് വീഡിയോസ് കണ്ടിന്യൂസ്ലി ആൻഡ് ഹാവ് എ thorough understanding regarding the auxiliary verbs. Okay? So ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ you can just have a message on 9061281631 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലേക്ക് തന്നെ കോൺടാക്ട് ചെയ്യുക. This video please share to your friends and family. എല്ലാവരും ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കട്ടെ, അതാണ് നമ്മുടെ ലക്ഷ്യം. So I'm going to sign off today. This is meeting from Now Happy Lane. Have a great day. Bye bye.